ഇന്ന് PN പണിക്കരുടെ ചരമദിനമാണ്. നമ്മളത് വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. നമ്മുടെ വായനശാലകളിലും സ്കൂളുകളിലൊക്കെ വായനാ ദിനാചരണവും അതുപോലെ വായനാ പക്ഷാചരണവും അല്ലെങ്കിൽ ഒരു മാസത്തോളം നിലനിൽക്കുന്ന വായനാ മാസം തന്നെ ആചരിച്ചു വരുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ PN പണിക്കരെ കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്ന ഇതാണ്. ഞാൻ പണ്ട് വീട്ടിലെ ഒരു ലേഖനം വായിച്ചതിൻ്റെ ഓർമ്മയുണ്ട്. അദ്ദേഹം അക്ഷരം പഠിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു തീപ്പനി മതി ഉണങ്ങിയ ചപ്പലക്കൂട്ടങ്ങളെ കത്തിക്കാൻ. അദ്ദേഹം ആദ്യമായിട്ട് ഒരു അമ്പലവാസി പെൺകുട്ടിയിൽ നിന്ന് അക്ഷരങ്ങൾ സ്ലേറ്റിൽ എഴുതി വാങ്ങി രാത്രി അത് എഴുതി പഠിച്ച് ആദ്യമായിട്ട് മാന്മാർക്ക് കൂടാ എന്ന് അദ്ദേഹം വായിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായൊരു സന്തോഷമാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തീപ്പനി മതി ഇങ്ങനെ ചപ്പലക്കൂട്ടങ്ങളെ ആളി കത്തിക്കാൻ. അതുപോലുള്ള ചെറിയൊരു തീപ്പരി പിന്നീട് വലിയൊരു തീയായി മാറുന്നത്. ഇവിടെ തീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിജ്ഞാനത്തിൻ്റെ ഒരു തീയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ PN പണിക്കർക്ക് അതുപോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം പിന്നീട് കേരളത്തിൻ്റെ തന്നെ ഒരു സാമൂഹ്യ മാറ്റത്തിന്, വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് കാരണമായി തീർന്ന ഒരു ചരിത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ഒറ്റയാൾ വിപ്ലവം അത് വലിയൊരു മാറ്റമായിട്ട് മാറും. മുഴുവൻ ഒറ്റയാൾ വിപ്ലവം എന്ന് പറയുന്നില്ല, എങ്കിലും അദ്ദേഹമാണ് അതിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ കേരളത്തിലുടനീളം ഗ്രന്ഥശാലകൾ ഉണ്ടാക്കാനും ഒരു വായനയുടെ സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാനൊക്കെ അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചു. മറ്റെല്ലാം വേണ്ടെന്ന് വെച്ച് വായനയ്ക്ക് വേണ്ടി, നമ്മളെ പ്രബുദ്ധരാക്കാൻ വേണ്ടി വായിക്കുക, വളരുക, ചിന്തിച്ച് വിവേകമുള്ളവരാവുക എന്ന മുദ്രാവാക്യത്തോടു കൂടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ച ആളാണ്. അത് അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു, ലക്ഷ്യത്തിലെത്താൻ കഴിയുകയും ചെയ്തു. നമ്മൾ ഇന്നത്തെ ഒരു നമ്മുടെയൊക്കെ ഒരു സാമൂഹിക നിലയിലേക്ക് എത്തിയതിൻ്റെ ഒരു പിൻബലം ഒക്കെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. വലിയൊരു സാമൂഹികമായിട്ടുള്ള വലിയൊരു കടമയാണ് അദ്ദേഹം നിർവഹിച്ചത്. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അന്ന് ഇന്നത്തേത് മാതിരി ഇൻ്റർനെറ്റ് ഇല്ല, മൊബൈൽ ഫോണില്ല, TV ഇല്ല, റേഡിയോ ഇല്ല. വൈദ്യുതി തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ തെക്ക് നിന്ന് വടക്ക് കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച്, ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടെ വായനശാലകൾ ഉണ്ടാക്കുക, പുസ്തകങ്ങൾ അവിടെ ശേഖരിക്കുക, ഇത് ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കുക, ഇതിനൊക്കെയുള്ളൊരു ശ്രമം അതിനെ എത്ര മഹത്താണെന്നാണ് പറയേണ്ടത് അറിയില്ല. അതിൻ്റെയൊക്കെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു കല്ല് വെക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുടെ മീതെയാണ് പിന്നീടുള്ള തലമുറകളൊക്കെ വന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇന്നത്തെ സ്ഥിതിയിലെത്തിയത് അങ്ങനെയുള്ളവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ളവരെ മറക്കാൻ നമുക്ക് കഴിയില്ല. അത്രമാത്രം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അദ്ദേഹം ഈ ഗ്രന്ഥശാലകൾ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, നിരക്ഷരത നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയും ആവിഷ്കരിച്ച അദ്ദേഹം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരാളും എഴുതാനും വായിക്കാനും അറിയാത്തതുണ്ടാവരുത്. എഴുതാനും വായിക്കാനും അറിയാനാണല്ലോ വായനയുടെ തുടക്കം. അപ്പോൾ വളരെ ബേസിക്കലായി തന്നെ നമ്മളെ അക്ഷരജ്ഞാനമുള്ളവരാക്കുക, അക്ഷരജ്ഞാനം ഇല്ലാത്തവരെ അക്ഷരജ്ഞാനം ഉള്ളവരാക്കുക, അവരെ കൊണ്ട് വായിപ്പിക്കുക, അങ്ങനെ വിവേകത്തിലേക്ക്, വിജ്ഞാനത്തിലേക്ക് അവരെ വളർത്തുക. ഇതന്നെയാണ് ഈ മഹത്തായ ഒരു യജ്ഞമാണ് അദ്ദേഹം ചെയ്തത്. കാരണം ഏത് സാമൂഹ്യ മാറ്റങ്ങളിലെയും ആദ്യം ഉടലെടുക്കുന്നത് നമ്മുടെ ചിന്തകളിലാണ്. ചിന്തകൾ ഉണ്ടാകുന്നത് വായനകളിലൂടെയാണ്. പുതിയ പുതിയ വായനയിലൂടെ, അനുഭവങ്ങളിലൂടെ നമ്മൾ പുതിയ ചിന്തകളിലേക്ക് എത്തുന്നു. ആ ചിന്തകളാണ് സാമൂഹ്യ മാറ്റത്തിലേക്ക് പ്രേരകമായി തീരുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ വലിയൊരു മാറ്റത്തിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പോലുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയൊക്കെ ഇന്ന് ചോർന്നു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കുന്നു. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ അപൂർവമായിട്ട് കാണാറുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇന്നും ഈ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അനീതികളും തുടച്ചു മാറ്റേണ്ട പല കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ആകപ്പാടെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ജീർണതയൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. ഇതിനൊക്കെ തുടച്ചു മാറ്റാൻ ഇങ്ങനെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ളവരെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ളവരെ ഉണ്ടാക്കാൻ കഴിയില്ല, സമൂഹത്തിൽ നിന്ന് താനെ ഉയർന്നു വരുന്നവരാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ PN പണിക്കരെയൊക്കെ ഞാൻ എന്താ പറയുക, മനസ്സാ കൈകൂട്ടുന്നു എന്നാണ് പറയേണ്ടത്. ഈ വായനാ ദിനത്തിൽ
അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് ഇവിടെ. ഞാൻ കുറച്ച് കവിതയൊക്കെ എഴുതാറുണ്ട്. ഈ ജലച്ചായം എന്ന പേരിലൊരു സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരൊന്നും അത് വായിച്ചിട്ടില്ല. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതാറുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ 1-2 കവിതകൾ വായിക്കാം. കറ എന്നാണ്. ഒരു ബാല്യ സ്മൃതി എന്നുള്ള നിലയ്ക്കുള്ള കറ. പറങ്കി മാങ്ങയുടെ മണമുണ്ടായിരുന്ന കുന്നിൻ ചെരുവ് ഇപ്പോൾ ഇല്ല. കുന്നില്ല, ചെരുവില്ല, മണമില്ലാത്ത സമയം. പറങ്കി മാങ്ങയുടെ മണമുണ്ടായിരുന്ന കുന്നിൻ ചെരുവ് ഇപ്പോൾ ഇല്ല. കുന്നില്ല, ചെരുവില്ല, മണമില്ലാത്ത സമയം. കൊമ്പത്തുണ്ടായിരുന്ന ഒരണ്ണാൻ്റെ ചിലപ്പ് കളഞ്ഞു പോയത് എവിടെ? കൊമ്പത്തുണ്ടായിരുന്ന ഒരണ്ണാൻ്റെ ചിലപ്പ് കളഞ്ഞു പോയത് എവിടെ? കണ്ണിൽ കൊത്താനായും പച്ചളിപ്പാമ്പിൻ്റെ നേർവര. കണ്ണിൽ കൊത്താനായും പച്ചളിപ്പാമ്പിൻ്റെ നേർവര. തലങ്ങും വിലങ്ങും കൈവീശി നടക്കുന്നുണ്ട് ഒരു വെയിലത്തൊരു പ്രേതം. തലങ്ങും വിലങ്ങും കൈവീശി നടക്കുന്നുണ്ട് ഒരു വെയിലത്തൊരു പ്രേതം. കശുവണ്ടിക്കറയുടെ പാടം തുടയിലിപ്പോയി. കശുവണ്ടിക്കറയുടെ പാടം തുടയിലിപ്പോയി. പന്ത് എന്നാണ് ഒരു കവിതയുടെ പേര്. പന്ത്. എന്നെ ഒന്ന് ഇളക്കിത്തരാമോ? പന്ത്. മറുപടിയില്ല. മൈതാനപ്പരപ്പാർന്ന നിശബ്ദത. മടുപ്പായല്ലോ ഭ്രമണമില്ലാത്തൊരു ഈ കാലം. എന്നെ ഒന്ന് ഇളക്കിത്തരാമോ? പന്ത്. മറുപടിയില്ല. മൈതാനപ്പരപ്പാർന്ന നിശബ്ദം. മടുപ്പായല്ലോ ഭ്രമണമില്ലാത്ത ഈ കാലം. വീണ്ടും ചോദ്യം. എന്നെ ഒന്ന് ഇളക്കിത്തരാമോ? മൈതാനത്തിൻ്റെ ഒച്ച പൊങ്ങാ പൊള്ളച്ചിരി. പരന്ന വെയിലിൻ പരിഹാസം. വരുന്നുണ്ട് പന്തേ നിന്നടുത്തേക്കിപ്പോൾ. തെന്നി വീണും എണീറ്റും ഓടിയെത്തും ഒരു കുഞ്ഞിക്കാൽ കുതിപ്പ്. അരികിലെത്തി ഒരു ഇളം കാറ്റ്. വരുന്നുണ്ട് പന്തേ നിന്നടുത്തേക്കിപ്പോൾ. തെന്നി വീണും എണീറ്റും ഓടിയെത്തും ഒരു കുഞ്ഞിക്കാൽ കുതിപ്പ്. അരികിലെത്തി ഒരു ഇളം കാറ്റ്. അപരിചിത നഗരങ്ങൾ എന്നാണ് ഈ കവിതയുടെ പേര്. അപരിചിത നഗരങ്ങൾ. നഗരപാതയിലെ തിരക്കാർന്ന നടത്തത്തിൽ മറ്റൊരു നഗരത്തിൽ മറ്റൊരു വഴിയിൽ നടക്കുകയാണെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടാകണം. നഗരപാതയിലെ തിരക്കാർന്ന നടത്തത്തിൽ മറ്റൊരു നഗരത്തിൽ മറ്റൊരു വഴിയിൽ നടക്കുകയാണെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടാകണം. പഴകിയ കെട്ടിടങ്ങളിലെ പൊടി തിന്ന ജനാലകൾ മറഞ്ഞു പോയൊരു നിമിഷത്തിൻ്റെ ഇടുക്കുകളിൽ അയാളെ വീണ്ടും ജീവിപ്പിക്കുന്നുണ്ടാകാം. പഴകിയ കെട്ടിടങ്ങളിലെ പൊടി തിന്ന ജനാലകൾ മാഞ്ഞു പോയൊരു നിമിഷത്തിൻ്റെ ഇടുക്കുകളിൽ അയാളെ വീണ്ടും ജീവിപ്പിക്കുന്നുണ്ടാകാം. കളഞ്ഞു പോയൊരു സംഭാഷണത്തിൻ്റെ മെലിഞ്ഞ കൈകൾ തനിക്ക് നേരെ വീണ്ടും വന്ന് കൈ മുറുകെ പിടിക്കുന്നുവെന്ന് അയാളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടാകും. കളഞ്ഞുപോയൊരു സംഭാഷണത്തിൻ്റെ മെലിഞ്ഞ കൈകൾ തനിക്ക് നേരെ നീണ്ടുവന്ന് കൈ മുറുകെ പിടിക്കുന്നുവെന്ന് അയാളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടാകാം. വർഷങ്ങൾക്ക് മുമ്പേ താഴിട്ട് പോയ ഒരു കാപ്പിക്കടയുടെ മഞ്ഞ ചുവരിലെ കറുത്ത വര ഇപ്പോൾ വരച്ചതാണ് എന്ന് തന്നെ അയാൾ കരുതുന്നുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പേ താഴിട്ട് പോയ ഒരു കാപ്പിക്കടയുടെ മഞ്ഞ ചുവരിലെ കറുത്ത വര ഇപ്പോൾ വരച്ചതാണ് എന്ന് തന്നെ അയാൾ കരുതുന്നുണ്ടാകും. കടന്നുപോകുന്ന മുഖഛായകളെ മരിച്ചുപോയവരുടെ മുഖങ്ങളാക്കി മാറ്റിയെടുക്കുന്നുണ്ടാകണം. കടന്നുപോകുന്ന മുഖഛായകളെ മരിച്ചുപോയവരുടെ മുഖങ്ങളാക്കി മാറ്റിയെടുക്കുന്നുണ്ടാകണം. അപരിചിതമായൊരു നഗരത്തെ പരിചിതമാക്കുകയായിരുന്നു. അപരിചിതമായ ഒരു നഗരത്തെ പരിചിതമാക്കുകയായിരുന്നു.